ശ്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വരികയാണല്ലോ. കനാൻകാരിയായ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഭൂതബാധയായിരുന്നു ആ കുട്ടിയുടെ അസുഖം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഭൂതബാധ എന്നത് സർവ്വസാധാരണമായി നാട്ടിൻപുറങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു അസുഖമായിരുന്നു. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്ന ചില ദുർബല മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിച്ച് നടത്തുന്ന ഉപദ്രവമാണ് ഈ രോഗം. ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുക, ഭാവി കാര്യങ്ങൾ പ്രവചിക്കുക, സ്വഭാവ വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുക തുടങ്ങിയവ ഈ അസുഖത്തിന്റെ ലക്ഷണമായിരുന്നു. ചില മന്ത്രവാദ പ്രയോഗങ്ങളും ആഭിചാര പ്രയോഗങ്ങളുമൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഈ രോഗത്തെ നേരിടുവാനായി പ്രയോഗിച്ചും വന്നിരുന്നു. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയോടുകൂടി ഇതിന്റെ പിന്നിലെ അന്ധവിശ്വാസങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ഈ രോഗം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു മാനസിക രോഗമായി കണ്ടെത്തുകയും മനഃശാസ്ത്ര വിദഗ്ധരുടെ ചികിത്സയും കൗൺസിലിങ്ങും രോഗസൗഖ്യത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 2ഓ അതിലധികമോ വ്യക്തികളുടെ സ്വഭാവ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ കാണുകയും ആ വ്യക്തികളെ പോലെ തന്നെ സംസാരിക്കുക, പ്രവർത്തിക്കുക, അവരുടെ സ്വഭാവത്തോട് ഏകീഭവിക്കുവാൻ ശ്രമിക്കുക തുടങ്ങിയവയെല്ലാം ഈ രോഗികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. ഈ വിഷയത്തിന്റെ വൈദ്യശാസ്ത്രപരമായ കാരണങ്ങളും പരിഹാരങ്ങളും കണ്ടുപിടിക്കുക എന്നതല്ല ഈ നോയമ്പിന്റെ നാടുകളിൽ ചർച്ച ചെയ്യുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ വിഷയത്തിന്റെ മനുഷ്യത്വപരമായ വശം അവലോകനം ചെയ്ത് ആധുനിക തലമുറയ്ക്ക് അനുദിന ജീവിതയാത്രയ്ക്ക് ഒരു ചെറിയ വെളിച്ചം നൽകുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ സംഭവിച്ച ഒരു മകളുടെ നീറുന്ന പ്രശ്നം അമ്മ അവളുടെ സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുക. അമ്മയുടെ മനസ്സിനെ ഈ പ്രശ്നം വല്ലാതെ വേദനിപ്പിക്കുന്നു. അതിന് പരിഹാരം ലഭിക്കുന്നത് വരെയും ആ അമ്മ അലയുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട് എന്ന ഉറച്ച ബോധത്തിൽ അവൾ അവിടെ എത്തുന്നു. വളരെ വലിയ പരിഹാസങ്ങൾ അവൾ കർത്താവിൽ നിന്ന് പോലും കേൾക്കേണ്ടി വരുന്നു. അതിലൊന്നും അവൾ ചഞ്ചലചിത്തയാകാതെ, അവിടെ നിന്ന് പിന്മാറാതെ തൻ്റെ മകളുടെ സൗഖ്യമെന്ന ഏക ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ദൃഢനിശ്ചയക്കാരിയായ അമ്മ ആധുനിക തലമുറയിൽ വ്യക്തിത്വ വൈകല്യം മൂലം വഴിതെറ്റിപ്പോകുന്ന അനേക കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് വലിയ സന്ദേശമാണ് നൽകുന്നത്. കുഞ്ഞുങ്ങളുടെ മാനസിക അവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ ബോധം മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന പാഠ്യവിഷയങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അവർക്ക് ലഭിക്കുന്നു എന്ന ചിന്ത മാതാപിതാക്കൾ മാറ്റിവെക്കണം. വീട്ടിൽ നിന്ന് കിട്ടേണ്ടതായ അനേക പരിശീലനങ്ങൾ ഉണ്ട്. ആ പരിശീലനങ്ങൾ ഭവനത്തിൽ തന്നെ ലഭിക്കണം. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ മാത്രം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കട്ടെ. 1. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾക്ക് പരിശീലനം ഭവനത്തിൽ ലഭിക്കണം. മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, വീട്ടിൽ വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണം, ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഓരോരോ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കണം, വേദന അനുഭവിക്കുന്നവരെ എങ്ങനെ സഹായിക്കണം തുടങ്ങിയ അനേക വിഷയങ്ങളുടെ പരിശീലനം കുഞ്ഞുങ്ങൾക്ക് ഭവനത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി അവരും ഒന്നിച്ച് എല്ലാ ദിവസവും ഒരല്പ സമയമെങ്കിലും സംസാരിക്കുവാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. 2. കുറച്ച് കുറ്റപ്പെടുത്തുവാനും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനും കഴിയണം. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുകയോ അവരുടെ കുറവുകൾ വിളിച്ച് പറയുകയോ ചെയ്ത് അവരെ പരിഹസിക്കരുത്, അപഹസിക്കരുത്. അവരെ പരമാവധി പ്രോത്സാഹിച്ച് സംസാരിക്കണം. വിമർശനം ഏത് കൊലക്കൊമ്പനെയും തകർക്കും, എന്നാൽ പ്രോത്സാഹനം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. 3. തുറന്ന് സംസാരിക്കുവാനുള്ള സാഹചര്യം ഭവനങ്ങളിൽ ഉണ്ടാവണം. മയക്കുമരുന്ന്, മദ്യപാനം, ലൈംഗിക വിഭ്രമം, പണക്കൊഴുപ്പിന്റെ അഹങ്കാരം തുടങ്ങി അനേക വിഷയങ്ങളെക്കുറിച്ച് തെറ്റായ അറിവുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. കുഞ്ഞുങ്ങൾ അതിൻ്റെ പിന്നാലെ പരക്കം പായുവാൻ ശ്രമിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മഹാവിപത്തുകൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ആണല്ലോ. ഇവിടെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുമായി അകലമില്ലാത്ത സ്നേഹബന്ധം വളർത്തിയെടുത്ത് അവരുമായി ഇത്തരം വിഷയങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭവനത്തിൽ വളർത്തിയെടുക്കണം. ഈ വിഷയങ്ങളുടെ നന്മ എന്താണ്, തിന്മ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് വിശദമായി പറഞ്ഞു കൊടുക്കുകയും വേണം. അവരുടെ വിശ്വസ്തരായ സുഹൃത്തുക്കളായി മാതാപിതാക്കൾ മാറണം. അത് ഭവനത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 4. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടികളായിരിക്കണം. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ വഴികാട്ടിയും ഗുരുവും മാതാപിതാക്കൾ തന്നെ ആയിരിക്കണം. ഭവനം ഒരു ദേവാലയം പോലെ അവർക്ക് അനുഭവപ്പെടണം. സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം
മാതാപിതാക്കളുടെ ജീവിതത്തിലും സ്വന്തം ഭവനത്തിലും ഉണ്ടായിരിക്കണം. 5. മാതാപിതാക്കൾ കുട്ടികളോടൊത്ത് തങ്ങളുടെ മാതൃത്വവും പിതൃത്വവും ആസ്വദിക്കുന്നവരായിരിക്കണം. കുഞ്ഞുങ്ങളുടെ കളികളിലും കുട്ടിക്കുറുമ്പുകളിലും അവരുടെ കുട്ടിത്വത്തിലും എല്ലാം പങ്കുചേർന്ന് അവരെ പോലെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരോടൊത്ത് വളർന്നു വരുന്ന ഒരു അനുഭവമുണ്ട്. അത് ആസ്വദിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. 6. ഇത് ഈ മേൽപ്പറഞ്ഞ എല്ലാറ്റിനും ഉപരിയായി കനാന്യക്കാരി സ്ത്രീയെപ്പോലെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. വിശ്വാസത്തിൻ്റെ സ്ഥിരത മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കണം. പ്രാർത്ഥനയുടെ ശക്തി ഭവനങ്ങളിൽ കുറയരുത്. ആരാധനയും നോമ്പും ഉപവാസവും പ്രഹസനമായി മാറരുത്. അത് ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറണം. ഈ വലിയ നോയമ്പ് കാലയളവിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയെപ്പറ്റി ശരിയായ ഒരു ദിശാബോധം മാതാപിതാക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.